ഇന്ന് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്ന ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു 3/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 1-2 വിസിലൊക്കെ പ്രഷർ കുക്കറിലാണെങ്കിൽ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർക്കുന്നുണ്ട്. നമ്മൾ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 പകുതി ഭാഗം മതിയാവും. കാരണം 3/4 കപ്പ് പരിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു നെയ്ച്ചോറിന് വേണ്ടി പരിപ്പ് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. തക്കാളിയുടെ ആവശ്യം വരുന്നില്ല. എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പരിപ്പ് കറിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പരിപ്പ് കറിക്ക് ഒരുപാട് മഞ്ഞ കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നോക്കി മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു 2 നുള്ള് തന്നെ മതിയാകും. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് പരിപ്പ് എടുക്കുന്ന സമയത്ത് 1.5 കപ്പ് മതിയാകും. കാരണം ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ കുക്കറിൽ വിസിലടിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 2 വിസിൽ മതിയാവും നമ്മുടെ പരിപ്പ് വെന്ത് വരാനായിട്ട്. പിന്നെ ചില സമയത്തൊക്കെ പരിപ്പ് ഓരോരുത്തരുടെ തീക്കനുസരിച്ച് പ്രഷർ കുക്കറിനനുസരിച്ചും ചിലപ്പോൾ ഒരു 3 വിസിലൊക്കെ വേണ്ടി വരും. എന്തായാലും നമ്മുടെ ഈ ഒരു പരിപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒന്ന് വേവണം നെയ്ച്ചോറിനായതുകൊണ്ട് തന്നെ. അപ്പോൾ കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 2 നുള്ള് ചെറിയ ജീരകത്തിൻ്റെ അളവൊന്നും കൂടുതൽ വേണ്ട. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കാം. കൂടുതൽ മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. പിന്നെ ഒരു 2-3 ചെറിയുള്ളി ഇതുകൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി നല്ലൊരു അരപ്പാക്കി മാറ്റി വെക്കാം. 2 വിസിൽ കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് അത്യാവശ്യം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ കൊടുത്ത് വേവിച്ചാൽ മതി കേട്ടോ. ഈ ഒരു വേവ് കറക്റ്റ് തന്നെയാണ്. ഇത് നമുക്ക് തവി വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക. ഒരുപാട് പരിപ്പ് ഇങ്ങനെ കടിക്കുന്ന പോലെ വേണ്ട നമുക്ക് ഈ ഒരു കറിക്ക്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ഒരുപാട് ചേർക്കേണ്ട. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ആദ്യം പരിപ്പിലേക്ക് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ വേണ്ടി വരും നന്നായിട്ടൊന്ന് തിളച്ച് കറിയായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഒന്ന് വറുത്തൊഴിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു പരിപ്പ് കറി. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ചെറിയുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മുടെ കറി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ കറിക്ക് വേണ്ടത്. പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് എപ്പോഴും തിളച്ച വെള്ളം മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ ഏത് കറിയാണെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം ചേർക്കരുത്. കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ വെള്ളം ഒരു ഇത്തിരി ഇങ്ങനെ മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് നോക്കിയിട്ട് ഒരു ഇത്തിരി തിളച്ച വെള്ളം ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാം. നല്ല നെയ്ച്ചോറും അതുപോലെ തന്നെ കുറച്ച് ബീഫ് വരട്ടിയതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ശരിക്കും നെയ്ച്ചോറ് പരിപ്പ് കറി നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ബീഫോ ചിക്കനോ എന്ത് സൈഡിലുണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്